ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, അതും ഒരു 5 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമായിട്ടാണ്. ഇതൊരു 4 മണി പലഹാരമായിട്ടോ സ്നാക്കൊക്കെ ആയിട്ടോ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1 കപ്പോളം ഉള്ള ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. അപ്പം ഞാൻ എടുക്കുന്ന ഗോതമ്പ് പൊടിക്ക് അല്പം തരിതരികളൊക്കെ ഉള്ള ഒരു ഗോതമ്പ് പൊടിയാണ്. തവിട് കൂടുതലുള്ള ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ ഞാനിതൊന്ന് അരിച്ചിട്ടാണ് ഈ ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വെക്കുന്നത്. അപ്പോൾ ഇത്രയും തവിട് തരിതരികൾ ഉണ്ടായിരുന്നു ഇതിനകത്ത്. നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ പക്ഷേ ഇതൊന്ന് അരിച്ച് മാറ്റിയെന്ന് മാത്രം. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഇനി 2-3 കാര്യങ്ങൾ കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ആദ്യം ചേർക്കുന്നത് പൊടിച്ച പഞ്ചസാര 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെയുള്ള രീതിയിൽ നിങ്ങൾക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് പഞ്ചസാര മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ പഞ്ചസാര ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതൊന്ന് മിക്സിയിലൊന്ന് പൊടിച്ചിട്ട് ചേർക്കാൻ നോക്കുക. പിന്നെ ചേർക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. ഈ ബേക്കിംഗ് സോഡ ഇവിടെ ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല, തികച്ചും ഓപ്ഷണലാണ്. നമ്മൾ ചേർക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ദോശ പോലൊരു സംഭവം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഫ്ലഫി ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും വരാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ബേക്കിംഗ് സോഡ ഇല്ലാതെ ഉണ്ടാക്കുവാണ് എന്നുണ്ടെങ്കിൽ ഒത്തിരി അങ്ങ് വീർത്ത് പൊന്തി വരില്ല എന്ന് മാത്രം. അപ്പോൾ അത് നിങ്ങൾക്ക് ഒഴിവാക്കാം. അപ്പം ഞാൻ ഇനി ഇതിനകത്തോട്ട് ഒന്ന് സ്പൂൺ വെച്ചിട്ട് പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനകത്തോട്ട് തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള പാല് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പാലിനൊരു കറക്റ്റ് ഒരു അളവ് ഞാൻ പറയുന്നില്ല, അത് ഓരോ നമ്മളെടുക്കുന്ന പൊടിക്കൊക്കെ അനുസരിച്ച് അത് മാറി വരും. പക്ഷെ ഞാനിവിടെ ഇപ്പോൾ ഈ ഏകദേശം ഒരു 1/4 കപ്പും ഓളമുള്ള പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്ത്. ഇതൊരു നമ്മൾ ദോശയ്ക്കൊക്കെ മാവ് ഒഴിക്കുന്ന ആ ഒരു പരുവത്തിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തോട്ട് 1 ടീസ്പൂണോളമുള്ള തേനാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് ഞാൻ അതിന് മുൻപ് പറയട്ടെ. ഈ ഒരു റെസിപ്പിയുടെ അല്ലെങ്കിൽ ഈ ഒരു ഡിഷിൻ്റെ പേരെന്ന് പറയുന്നത് ഡോറ കേക്ക് എന്നാണ് ഇതിനെ പറയുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു കേക്കാണിത്. അപ്പോൾ ഈ കേക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ ചേർക്കുന്ന തേൻ തന്നെയാണ്. അപ്പോൾ തേനും കൂടെ ചേർത്താലാണ് ഈ ഒരു കേക്കിനൊരു പൂർണ്ണത വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ തേൻ ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം ഒരു മുട്ടയൊന്ന് അടിച്ചൊന്ന് ഒഴിച്ച് ചേർത്താലും മതിയാവും. അപ്പോൾ ഞാൻ തേനും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ റെഡിയാണ്. ഇനി സാധാരണ ദോശയൊക്കെ നമ്മൾ പാൻ കേക്കൊക്കെ ചുട്ടെടുക്കുന്നത് പോലെ തന്നെ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ അല്പം എണ്ണയാണ് തടവി കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബട്ടർ വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ഒന്ന് തടവി കൊടുക്കാം. ഇനി ഞാൻ ഒരു കയ്യിൽ ഞാൻ എടുത്തിരിക്കുന്ന ഒരു കുഴിയുള്ള ഒരു കയ്യിലാണ്. അതിനകത്ത് കറക്റ്റ് ഒരു കയ്യിൽ ഞാൻ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒത്തിരി അങ്ങ് പരത്തേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ആ റൗണ്ട് ഒന്ന് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയാൽ മാത്രം മതി. അതല്ലാതെ ദോശ പരത്തുന്നത് പോലെ നൈസായിട്ടൊന്നും പരത്തേണ്ട കാര്യമില്ല കേട്ടോ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് 1 മിനിറ്റ് മുതൽ 1.5 മിനിറ്റ് വരെ സമയത്തിന് നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് നിന്നുള്ള കണ്ടോ ബബിൾസ് ഒക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇത് ഇരിക്കുക. അപ്പോൾ ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ മൂടി വെക്കാൻ മറക്കരുത് കേട്ടോ. മൂടി വെച്ച് അപ്പോൾ ഏകദേശം ഇതൊക്കെ ആയിട്ടുണ്ട്. ആ ബബിൾസ് ഒക്കെ വരുന്നത് നിന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അതിൻ്റെ താഴ്ഭാഗമൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവണം. അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്ത് നോക്കുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് നിറം കുറച്ചും കൂടെ ഒന്ന് ഡാർക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അല്പം നേരം കൂടെ കരിക്കാതെ എടുത്താൽ മാത്രം മതി. അപ്പോൾ ഇനി ഞാനൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഈ ഒരു രീതിയിൽ എടുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ് കേട്ടോ. നമുക്ക് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ലതാണ്. പക്ഷെ നമ്മളിത് ഇങ്ങനെയല്ല കഴിക്കുന്നത്, വേറൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട് ഇതിനോടൊപ്പം. അപ്പം ഞാൻ ബാക്കിയുള്ള ബാറ്ററും കൂടെ ഇതുപോലെ ഒന്ന് ചുട്ടെടുത്തിട്ട് വരാം. അങ്ങനെ ഞാൻ എല്ലാ ദോശയും അല്ലെങ്കിൽ എല്ലാം പാൻ കേക്കും ഇതുപോലെ ഒന്ന് ചുട്ടെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൊത്തം 4 എണ്ണമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ആ ഒരു കപ്പിന് എനിക്ക് 4 എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു കാര്യമൊക്കെ ചേർക്കണം. അപ്പോൾ ഞാൻ അതിന് മുന്നൊന്ന് കാണിക്കാം എന്തുമാത്രം ഫ്ലഫി ആണെന്നുള്ളത്. കണ്ടോ, നമ്മളത് ആ ബേക്കിംഗ് സോഡ ചേർത്തത് കൊണ്ടാണ് നല്ല പഞ്ഞി പോലെ അങ്ങ് ഇരിക്കുന്നത്. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട് ബേക്കിംഗ് സോഡ ഇല്ലാത്ത ഡിഷ് പറയണം എന്നൊക്കെ. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കേണ്ട സ്ഥലത്ത് നമ്മൾ ചേർക്കേണ്ടത് തന്നെയാണ്. നമ്മളിപ്പോൾ ഈസ്റ്റൊക്കെ ചേർത്ത് അപ്പം ഉണ്ടാക്കുമ്പോൾ അതിനൊരു വേറൊരു രുചിയല്ലേ. അതും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇതുപോലുള്ള ഡിഷിന് കേട്ടോ. ബേക്കിംഗ് സോഡ പറ്റുവാണെന്നുണ്ടെങ്കിൽ ചേർക്കുക.
അപ്പോൾ ഇനി നമുക്ക് ചേർക്കുന്നത് ന്യൂട്ടല്ലയാണ്. നട്ടല്ല എന്നൊക്കെ കുറേ 2 രീതിയിൽ നമുക്ക് പറയാം. എന്താണെങ്കിലും ഇതൊരു ചോക്ലേറ്റ് സ്പ്രെഡാണ് എടുക്കേണ്ടതെന്ന് മാത്രം. അപ്പം ഞാൻ ഇതിന് മുൻപ് ഏതോ ഒരു വീഡിയോയിൽ നട്ടല്ലയുടെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നട്ടല്ല എന്നാണ് പ്രൊനൗൺസ് ചെയ്തത്. അതിന് ഒത്തിരി കമൻറ്റ്, എനിക്ക് റെസിപ്പി നന്നായി അല്ലെങ്കിൽ നന്നായില്ല എന്ന് പറഞ്ഞു വരുന്നതിനേക്കാളും കൂടുതൽ നട്ടല്ല എന്നല്ല പറയുക, ന്യൂട്ടല്ല എന്നാണെന്ന് പറഞ്ഞിട്ടാണ് ഒത്തിരി കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനതൊന്ന് തിരുത്തി പറയാം. ആക്ച്വലി നട്ടല്ല എന്ന് പറയുന്നത് യൂറോപ്പിലുള്ള ആൾക്കാരൊക്കെ നട്ടല്ല എന്നാണ് പറയുക. പിന്നെ അമേരിക്ക ആ ഒരു ആൾക്കാരൊക്കെ പറയുന്നത് ന്യൂട്ടല്ല എന്നാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യക്കാർ അത് അമേരിക്കയിലത്തെയാണ് നമ്മൾ ആ ഒരു ആക്സെൻ്റ് അല്ലെങ്കിൽ ഒരു പ്രൊനൗൺസിയേഷൻ നമ്മൾ പറഞ്ഞ് അതിന് ന്യൂട്ടല്ല എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ബേസിക്കലി നട്ടല്ല ന്യൂട്ടല്ല എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇനി ഇതൊരു കമൻ്റാക്കി ഒരു സംഭവമാക്കി ആരും കമൻറ്റ് ചെയ്യരുത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വിളിക്കാം. സംഭവം ഈ പറഞ്ഞ പോലെ ഹേസൽനട്ടിൻ്റെ ഒരു ചോക്ലേറ്റ് സ്പ്രെഡാണെന്ന് മാത്രം. അപ്പോൾ അതും നമുക്കിതുപോലെ ഒരു പാൻ കേക്കിൻ്റെ ഉള്ളിൽ നമുക്കിതുപോലെ ഒന്ന് നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചൂടോടുകൂടെ സ്പ്രെഡ് ചെയ്ത് നമ്മളൊന്ന് തേച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഇച്ചിരി നന്നായിട്ട് മെൽറ്റായിട്ട് വരാൻ തുടങ്ങും. അപ്പോൾ അത് കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വലിയവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും കഴിക്കാനൊക്കെ നല്ല എന്താ പറയുക, ചോക്ലേറ്റി എന്ന് പറയില്ലേ, നല്ല ജ്യൂസി ആയിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ് ഇത്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് ഇതിനകത്ത് നമ്മൾ നട്ടെല്ലൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനിത് ഇങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഞാനിപ്പോൾ നടുവേ മുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ നടുവേ മുറിച്ച് തന്നെ നമുക്ക് വീണ്ടും നടുവേ മുറിച്ചിട്ട് തന്നെ കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ അതാ ഞാനിതൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നല്ല രസമാണ് കേട്ടോ. നല്ല ഈ ചോക്ലേറ്റൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഒഴുകി വന്ന് നല്ലൊരു ജ്യൂസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. പിന്നെ ഇത് ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇതേ റെസിപ്പി തന്നെ ഗോതമ്പ് പൊടിക്ക് പകരം നമുക്ക് മൈദപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഇതിനകത്തോട്ട് അല്പം പാൽപ്പൊടി, ഒരു 1/4 കപ്പ് ഓളമുള്ള പാൽപ്പൊടിയും കൂടെ ചേർത്താൽ സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായം അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.